അസ്സാം വലൈക്കും വറഹമത്തുള്ള. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു മെസ്സേജുമായിട്ടാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും, നമ്മുടെ കുവൈത്തിലെ ട്രാഫിക് പരമായിട്ടുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തിയത്. എല്ലാ നിയമങ്ങളിലും വളരെ കടുത്ത നിയമങ്ങളാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, പിന്നെ ചെറിയ കുട്ടികളെ മുൻസീറ്റിലിരുത്തുക, അതുപോലെ തന്നെ പാർക്കിംഗ് പരമായ കാര്യങ്ങളിൽ വികലാംഗരായ ആളുകളുടെ പാർക്കിംഗ് സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്യുമ്പോഴുള്ള ഫൈനുകൾ എല്ലാം അതിൻ്റെ ഡബിൾ ഇരട്ടിച്ച് വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും. അപ്പോൾ വാഹനങ്ങളൊക്കെ പ്രത്യേകം പാർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് പാർക്ക് ചെയ്യുക. നമ്മളറിയാത്ത രീതിയിലായിരിക്കും നമുക്ക് ഫൈന് വരിക. അതുപോലെ അമിത വേഗതയിലുള്ള ഓട്ടം. ഇപ്പം നിങ്ങൾക്കറിയാം, റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്ഥലത്തും പല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറയാണ് അവർ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം വാഹനങ്ങളൊക്കെ ഓടിക്കാൻ. അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ സംബന്ധമായ കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്ന പൈസ എല്ലാം ഇവിടെ തന്നെ നമ്മൾ ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് തീരുമാനം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മാസങ്ങളോളം പണിയെടുക്കുന്ന പൈസകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ എന്താക്കേണ്ടി വരും. ഗവൺമെൻറ് കൊടുക്കുന്നൊരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രവുമല്ല, കുവൈത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ന് വളരെ കർശനമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തവർ, നിയമലംഘകരെ പിടിക്കാനുള്ള അതിൻ്റെ ശക്തമായ രീതിയിൽ തന്നെ ഇവിടുത്തെ പോലീസ് വിഭാഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ വിവരങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാവരും മാധ്യമങ്ങളൊക്കെ കാണുന്നൊരു സംഗതിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ എവിടെ പുറത്തിരിക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വഴക്ക് കൂടുന്ന സ്ഥലത്ത് പോലും, അമിതമായ ആളുകൾ ഒരുമിച്ച് തടിച്ചു കൂടുന്ന സ്ഥലത്ത് പോലും നമ്മൾ കൂടാതിരിക്കുക. കഴിയുന്നത് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നമ്മളെ റൂമിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളൊന്നും നമ്മൾ കൂടുതൽ സമയങ്ങളൊന്നും പുറത്ത് ഇറങ്ങാതെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ സേഫ്റ്റി നമ്മൾ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളോട് തരാനുള്ള ഇൻഫർമേഷൻ. രാത്രി കാലം ഭയങ്കര ചെക്കിംഗ് ആണ്. വഴി നടന്നു പോകുന്നവരെ എല്ലാവരും വാഹനങ്ങൾ പോകുന്നവരെല്ലാം നിർത്തിയിട്ട് പല സ്ഥലങ്ങളും രേഖകൾ ചെക്ക് ചെയ്യുന്ന അവസ്ഥ ഇപ്പോൾ നമുക്ക് എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ഓക്കെ, ബൈ ബൈ.